ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് നേരെ ഛത്തീസ്ഗഡിൽ തുടരെയുണ്ടാവുന്ന ഹിന്ദുത്വ ആക്രമണങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരെ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം ബി.ജെ.പി. സംസ്ഥാന ഘടകത്തിൽ വിള്ളൽ ശക്തമാക്കുന്നു. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റിന് പിന്നാലെയാണ് മതപരിവർത്തനത്തിന്റെ പേരിൽ ഛത്തീസ്ഗഡിലെ കാങ്കറിലെ 8 ഗ്രാമങ്ങളിൽ പാസ്റ്റർമാർ അടക്കം ക്രൈസ്തവർക്ക് വിലക്ക് ഏർപ്പെടുത്തി ബോർഡുകൾ സ്ഥാപിച്ചത്. മതപരിവർത്തന നീക്കം ഉൾപ്പെടെ ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകൾക്കെതിരെ ഛത്തീസ്ഗഡിൽ തീവ്ര ഹിന്ദുത്വവാദികൾ പ്രതിഷേധം ശക്തമാക്കിയപ്പോൾ കേരളത്തിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇടപെട്ടിരുന്നു. ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഉൾപ്പെടെയുള്ളവരെ ഇതിനായി രാജീവ് നിയോഗിക്കുകയും ചെയ്തു. ക്രൈസ്തവ വിഭാഗം പൂർണ്ണമായും എതിരാകുമെന്ന വ്യക്തമായ സാഹചര്യത്തിലായിരുന്നു നിലനിൽപ്പിനായി രാജീവ് ചന്ദ്രശേഖറിന്റെ ഇടപെടൽ. ഇതോടെ പാർട്ടിയിലെ തീവ്ര നിലപാടുകാരെല്ലാം ഇദ്ദേഹത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു. സമാനമായ അവസ്ഥയാണ് ഇപ്പോഴും ഉണ്ടായത്. ഛത്തീസ്ഗഡിൽ മതം മാറ്റ മാഫിയയാണ് നാട്ടുകാർ വിലക്കിയതെന്നാണ് കെ സുരേന്ദ്രൻ വിഭാഗം ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത്. ഇത് പരിഹരിക്കാൻ സഭാ മേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ കാണുന്നതിൽ പ്രശ്നമില്ല. എന്നാൽ ബി.ജെ.പി. പ്രസിഡന്റ് അതിന് ഇടനില നിൽക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് മനസ്സിലാകുന്നില്ലെന്നാണ് ബി.ജെ.പി. ഗ്രൂപ്പുകളിൽ ചോദ്യങ്ങൾ ഉയരുന്നത്. ഛത്തീസ്ഗഡിലെ പാവപ്പെട്ട ഹിന്ദുക്കളെ ഒറ്റുകൊടുക്കുന്ന യൂദാസായി രാജീവ് ചന്ദ്രശേഖർ അധപ്പതിച്ചു കഴിഞ്ഞെന്നും ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിനൊപ്പമായിരുന്നു വിവിധ സഭാ അധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയെ സന്ദർശിച്ചത്. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ഫരീദാബാദ് അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ കുര്യാക്കോസ് ഭരണിക്കളങ്ങര എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു മോദിയെ കണ്ടത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, അനൂപ് ആന്റണി, ഷോൺ ജോർജ് എന്നിവരും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു. ഉന്നയിച്ച വിഷയങ്ങളിൽ ഒപ്പമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. ഇതിനെതിരെയാണ് പാർട്ടിയിലെ ഒരു വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. രാജീവ് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകുന്നുവെന്ന് പാർട്ടിയിൽ നേരത്തെ തന്നെ ശക്തമായ വിമർശനമുണ്ടായിരുന്നു. കെ സുരേന്ദ്രൻ, വി മുരളീധരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ നിരന്തരം അവഗണിക്കപ്പെടുമ്പോൾ അനൂപ് ആന്റണിയും ഷോൺ ജോർജുമെല്ലാമാണ് പാർട്ടിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി രാജീവ് നേരത്തെ രംഗത്ത് വന്നപ്പോൾ കന്യാസ്ത്രീകൾ ചെയ്തത് ഗുരുതര കുറ്റമാണെന്നായിരുന്നു ഹിന്ദുത്വ സംഘടനകൾ നിലപാടെടുത്തത്. ഇതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡിൽ തട്ടി രാജീവ് വീണ്ടും പ്രതിസന്ധിയിലാകുന്നത്. ഇതിനൊപ്പം ബി.ജെ.പി. നേതൃത്വത്തിനെതിരെ തുറന്നടിച്ച് മുൻ വക്താവ് എം.എസ്. കുമാർ രംഗത്ത് വന്നതും രാജീവിനെ പ്രതിരോധത്തിലാഴ്ത്തുന്നുണ്ട്.